ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? അവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ഓരോ വക വേഷം കെട്ടുകളും കാര്യങ്ങളൊക്കെ കാട്ടുന്നത്. അപ്പൊ എന്റെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടിരിക്കാൻ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് അല്ല, എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും പേഴ്സണൽ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി. നമുക്ക് ഇങ്ങനെ ഓരോരുത്തർ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? അല്ല നിങ്ങൾക്ക് എങ്ങനെയാ? നിങ്ങൾക്ക് നെഗറ്റീവ് കേൾക്കുന്നതാണോ സന്തോഷം? അല്ലല്ലോ. അപ്പൊ ഹായ് ടാറ്റ പോവാണോ? അത് ടാറ്റ പോവാട്ടോ. ഉമ്മ അമ്മച്ചുമ്മ തന്നെ ഇവിടെ ഉമ്മ. അപ്പൊ അത് ബാബി ടാറ്റ പോവാണ്. ഇത് അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കാട്ടോ. അപ്പൊ ഇന്നാണെങ്കിൽ നിങ്ങൾ വിചാരിക്കണോ ഇന്ന് വീടൊക്കെ വൃത്തിയായിട്ട് കിടക്കണ്ടല്ലോ, അവിടെ അവനൊന്ന് പൂവൊക്കെ ഇട്ടേക്കാട്ടോ. ഇന്നാണെങ്കിൽ ഇപ്പോ ഞാനാണെങ്കിൽ രാവിലെ തന്നെ ഞാൻ നേരത്തെ എണീച്ചു കേട്ടോ. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് കിടന്നെങ്കിൽ പ്രോപ്പറായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുകൊണ്ട് രാത്രി ഞാൻ അടിപൊളിയായിട്ട് ടാക്കിൾ ചെയ്തു. സുഖമായിട്ട് അവൾ നിൽക്കുകയാണെങ്കിലും എനിക്ക് ക്ഷീണമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. ഇതേ അവന്റെ കുളി കഴിഞ്ഞ് എന്റെ സമയത്ത് രണ്ടുപേരും ഭയങ്കര സ്നേഹമൊക്കെയാണ്, പക്ഷെ ചില സമയത്ത് ആക്രമിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ഒരുമിച്ച് സന്തോഷമായിരിക്കണം നമുക്ക് എന്ത് സന്തോഷല്ലേ. ആദ്യക്കുറിന്നൊരു എന്തോ ഐറ്റം മോഷ്ടിച്ച് കൊണ്ടുപോയി. എന്നിട്ട് ഇതേ അമ്മാമ്മയും അതും കൂടിയിട്ട് ടാറ്റ പോവാട്ടോ. ടാറ്റ. അമ്മക്ക് ടാറ്റ തന്നെ. ഉമ്മന്നെ അന്റെ പൊണ്ണു ഉമ്മന്നെ. ഉമ്മ അമ്മാമ്മ എനിക്ക് ഉമ്മന്ന് കൊറേ നാളെ അമ്മാമ്മ എനിക്ക് ഉമ്മക്ക് തന്നു. ആ തള്ളേന്നൊക്കെ. അപ്പൊ ശരി അമ്മ, നിങ്ങൾ പോയിട്ട് വായോ. പോയിട്ട് വരുമ്പോ ഞങ്ങക്ക് എന്ത് കൊണ്ടുവരും? എനിക്ക് വാവിച്ചിക്കും അമ്മേ. എനിക്ക് ഈ ടൈം മുതലെടുക്കാന്നൊക്കെ, യൂട്യൂബില് വീഡിയോ എടുക്കാന്നൊക്കെ. ഞങ്ങക്ക് എന്തെങ്കിലും വെറൈറ്റി നല്ല ഫ്രൂട്ട്സ് എന്തെങ്കിലും മതി. അപ്പൊ ടാറ്റാ. നല്ല ഭംഗിയുണ്ട്, രണ്ടുപേരും ഭംഗിയുണ്ട്. ഇനി വാ, തല ഇടിക്കട്ടോ. ഇവിടെ എന്തെങ്കിലും വെക്കണം. അപ്പൊ ദേ അത് പോവാണ്. വെയിലുണ്ട്. അപ്പൊ സൺസ്ക്രീൻ വാരി കൊരുത്ര മതി. ഇത്തിരി കൂടിപ്പോയി. സൺസ്ക്രീൻ എപ്പോഴും തേക്കണം കേട്ടോ കുട്ടി. ഇത്തിരി മുഖത്ത് തേക്കാം നമുക്ക്. ഇച്ചിരി ഇവിടെ ഒരാള് കരഞ്ഞു മെഴുകി അലമ്പുണ്ടാക്കിട്ട് അവളെ എടുത്തോന്നു കേട്ടോ. അവൾക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണണ്ട. അവളെപ്പോഴും കിടക്കല്ലേ, അപ്പൊ അവൾക്ക് കാണണ്ടതേ. അപ്പൊ അവർ രണ്ടുപേരും പോയിട്ട് വേഗം വരും. ഇവിടെ അടുത്താണ് പോണത്. പോയിട്ട് വേഗം വരും. ടാറ്റാ. അതും എന്തൊരു കാക്കേനെ എന്തോ നോക്കിയിരിക്ക. അവിടെ രണ്ട് കപ്പിൾ കാക്കേനെ നോക്കിക്കാട്ടാ. അത് ടാറ്റാ ടാറ്റ. വില മൈൻഡില്ല. ടാറ്റ. അമ്മ പായിട്ടോ. അതിനുള്ള ക്യാപ്പ് മേടിച്ചു കൊടുത്തോളോ. പായിട്ടോ. അമ്മ നിക്കട്ടോ. അതോ ചവിട്ടണക്കാട്ടെ വെയിലുള്ളടത്ത്. ഒരാളാണെങ്കിൽ വന്നു ഇറങ്ങി ഓടി അവന് കളിക്കാൻ പോവാൻ വേണ്ടിട്ട്. അവനറിയാം അമ്മാമ്മ പിടിച്ചുറക്കുന്നേ.
ഇടി കൂടി വന്നേക്കാട്ടോ അവൻ അങ്ങോട്ട് ഓടിപ്പോയിട്ട്. ഇത്തിരി കരിക്കും ജ്യൂസ് കുടിച്ചോ? കുറച്ച് കരിക്ക് വെട്ടിയതേ, തെങ്ങ് കയറിയിട്ട് വെട്ടിയെന്ന്. അതിന് കൊടുക്കാൻ വന്നിട്ട് ബിസ്ക്കറ്റൊക്കെ ഒന്നുണ്ടല്ലോ. അവന് ഹെൽത്തി ഡ്രിങ്ക്സ് ഒന്നും ഇഷ്ടമല്ല. അവന് ഈ ബോട്ടിൽ കിട്ടണ ആ വക കൂതറ ഡ്രിങ്ക്സ് ആണ് അവന് ഇഷ്ടം. നട്ടപ്പുറ വെയിലത്ത് ഈ വക കാട്ടായി അത് വന്നേ. എനിക്ക് തന്നെ സഹിക്കാൻ വയ്യ ഇവിടെ നിന്നിട്ട് കേട്ടോ. അതും ഇതിപ്പോ പച്ചി ഇവിടെ ഒരാള് അമ്മാമ്മയുടെ പിന്നാലെ പോവാട്ടോ. അപ്പൊ ഇക്കും മേലെ പോണമെന്നുണ്ട്. ആ ടൈം കൊണ്ട് നമ്മുടെ വാവക്കുട്ടി എണീച്ചു കേട്ടോ. ഇവൻ എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കിയിട്ട് അവളെ എണീപ്പിച്ചു. പിന്നെ അവളെ ഉറക്കാൻ പോവാണ്. അതേ അതൊക്കെ കഴിഞ്ഞത് അമ്മ തുണൊക്കെ എടുത്തിട്ട് ഇവിടെ ഉണക്കാട്ടോ. പൊണ്ണു ബാബി ഇത് അവിടെ ഇരിക്കുവാണ് കേട്ടോ. എനിക്ക് പിന്നെ ഏറ്റവും വലിയ വിറ്റായിട്ട് തോന്നിയത് എന്താണെന്നറിയോ, ഒരു പണിയില്ലാത്ത കോങ്ങനും കോങ്ങത്തിന്ന് തന്നെ പറയട്ടെ കേട്ടോ. ഓരോ കമന്റുകൾ കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരും. പിന്നെ ഞാൻ വിചാരിച്ചു അവർക്ക് ഒരു പണിയും ഇല്ലാണ്ട് അവർക്ക് വീഡിയോ ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല, അവർക്കൊന്നും ഒരു കഴിവുകളും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഭയങ്കര കഴിവുള്ളോളാന്നൊന്നല്ല ഞാൻ പറയണേ. മറ്റുള്ളവരെ ചെയ്യുമ്പോൾ ഇങ്ങനെ അസൂയ മുത്തിട്ടാന്ന് തോന്നുന്നു കിടന്നിട്ട് ഓരോ കൊനിഷ്ഠ കമന്റുകളൊക്കെ. അതും ഒരു ബന്ധമില്ലാത്തത്. നമ്മൾ എന്തോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തതിന് ഒരു ബന്ധമില്ലാത്ത ഓരോ നെഗറ്റീവ് കമന്റാണ്. ഞാനിപ്പോൾ ആൾക്കാർക്ക് പ്രതികരിക്കാൻ പോകാറില്ല. ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതിന് അമ്മയുടെ അടുത്ത് തന്നെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത പറയുകയാണെങ്കിൽ അമ്മ അതിനെ പ്രതികരിക്കാറില്ല. അപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് ഞാൻ ശ്രദ്ധിച്ചുള്ള അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ട്രിഗർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കാണുമ്പോഴാണ് അമ്മ അതിനൊക്കെ റിയാക്ട് ചെയ്യണം ഞാൻ കാണാറ് കേട്ടോ. അപ്പം ഞാനും വിചാരിച്ചു എന്തിനാണ് ഈ വിറ്റങ്ങൾക്ക് ഞാൻ ഓരോന്നും ഞാൻ ട്രിഗേർഡായിട്ട് ഞാൻ കമൻറ്റ് ചെയ്യാൻ നിൽക്കണം. ഞാനപ്പോൾ അതൊക്കെ വിട്ട് കളഞ്ഞു. ഞാൻ എന്താ ചെയ്തത്, കമൻറ്റ് കണ്ടു, ബ്ലോക്ക് ചെയ്തു. എനിക്ക് സമാധാനം. എനിക്ക് അനാവശ്യമായിട്ടൊന്നും നെഗറ്റീവ് എനർജി കളയണ്ടാവുക വെച്ചിട്ട് ഞാൻ നെഗറ്റിവിറ്റിയും ഒന്നും സ്പ്രെഡ് ആക്കാനും നിന്നില്ല. ബ്ലോക്ക് ചെയ്തേക്ക് സമാധാനം കിട്ടി. അങ്ങനെ കേട്ടോ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലരുടെ ജീവിതത്തിൽ എന്നിട്ട് മൂഞ്ചി തെറ്റിയിരിക്കും കേട്ടോ. എന്നാലും ബാക്കിയുള്ളവരെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ്. എനിക്കറിയില്ല അത് ബാക്കിയുള്ളവരിനി എനിക്കറിയില്ല എന്താണ് അവരുടെ ഉദ്ദേശവും കാര്യങ്ങളും. ഇങ്ങനെ കുത്തി വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഇതാക്കലും. അവർക്കത് ചിലപ്പോൾ ഒരു അവരേ മൂഞ്ചി തെറ്റി. അപ്പോൾ ബാക്കിയുള്ളവരിങ്ങനെ ചോദിച്ച് അവർക്കും കൂടി ഒരു നെഗറ്റിവിറ്റി അവരൊരു ഡേ സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാവും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരോട് നിങ്ങളെങ്ങനെ ഇരുന്നോ, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിരുന്നോ, നമ്മളൊന്നും എടുക്കണില്ല, എന്താ പറയുക, മൈൻഡ് ചെയ്യണില്ല ഈ വക കാര്യങ്ങളൊക്കെ ഒന്നും. അപ്പോൾ ഞങ്ങളത് എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഇരുന്ന് കുറേ കുറ്റം പറഞ്ഞ് അങ്ങോട്ട് എൻജോയ് ചെയ്യും, മനസ്സമാധാനം കിട്ടട്ടെ എന്നൊക്കെ. അല്ല മമ്മയ്ക്ക് അതിനെ കുറിച്ച് എന്താ പറയുക, എന്താ പറയുക, അമ്മയുടെ ഒപ്പീനിയൻ അമ്മയ്ക്ക് എങ്ങനെയാണ് ഈ വക കാര്യങ്ങളോട് റിയാക്ട് ചെയ്യാൻ? അമ്മയ്ക്ക് എന്താണ് പറയട്ടെ, അമ്മയുടെ കേൾക്കട്ടെ. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് സന്തോഷമുള്ള കാര്യം നമ്മൾ ചെയ്യാം. നമ്മൾ ഈ ഭൂമിയിൽ എന്തോരം കാലം ഉണ്ടാവും. ചിലപ്പോൾ ഇന്ന് കാണുന്ന ആളുകളെ ചിലപ്പോൾ നാളെ കാണില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ എന്നും പോകുമ്പോൾ അവിടെ ഫ്ലെക്സ് ബോർഡിൽ ഓരോരുത്തരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്നലെ വരെ കണ്ട ആളുകളെ പെട്ടെന്ന് നോക്കുമ്പോൾ അവരെ കാണാനില്ല. അപ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യം നമ്മൾ ചെയ്യുക. നമ്മൾ പണ്ട് കാലത്തായിരുന്നു സമൂഹത്തൊക്കെ പേടിച്ച് നമ്മൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ അതൊക്കെ വന്നു. പിന്നെ അതല്ല, പാരൻസും കുറേയൊക്കെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ കുറെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. അവര് കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്നാണ്. മുന്നേ അടച്ചിട്ടിട്ട് ഇപ്പൊ അവർക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ വേണ്ടിയിരുന്നില്ല. അവൾക്ക് ഇഷ്ടമുള്ള ചെയ്യട്ടെ, അവൾക്ക് അത് ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുകയാണെങ്കിൽ അത് ചെയ്യട്ടെ. ഞാൻ എനിക്ക് നല്ല കാര്യങ്ങളില് ഞാൻ ചെയ്യാം, നല്ല കാര്യങ്ങൾ, അല്ലാണ്ട് ചീത്ത കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല. അവൾ അങ്ങനെ ചീത്ത കാര്യമൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. ഈ സോഷ്യൽ മീഡിയയിൽ കുറെ വീഡിയോസ് ഇട്ടെന്ന് വെച്ചിട്ട് അവൾ പൊട്ടിയെന്നൊന്നല്ല. ഞങ്ങൾ അമ്മയിച്ചിട്ടുണ്ട് അവളെ നോക്കാനൊക്കെ. ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ അവൾ വീഡിയോ എടുക്കുന്നതൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ കുറെ ആളുകൾ കമന്റ് ഇടാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാൻ പോകണ്ട. ഇവിടെ അമ്മയച്ചനുണ്ട്. അതെ, അവര് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോരുത്തർ കുറ്റം പറയാൻ മാത്രം ഇരിക്കുന്ന ആളുകളായിരിക്കും. അതിലും നല്ലതല്ലേ നീ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നീ വീഡിയോ ഇടുന്നതും കുട്ടികളുടെ കാര്യങ്ങൾ ഇടുന്നതും. ഇപ്പൊ അമ്മയച്ചനുണ്ട് നിന്നെ നോക്കാനായിട്ട്. ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ള ബാക്കി ഹസ്ബൻഡിന്റെ വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. എന്നോട് പറയാം നീ എന്തെങ്കിലും മൈൻഡ് ചെയ്യാൻ നിൽക്കണം, നിനക്ക് വേറെ പണിയില്ലേ ചോദിക്കും. അപ്പം അതന്നെ വലിയ കാര്യമില്ല. ചില വീട്ടിലാണെങ്കിൽ ഹസ്ബൻഡ്സ് ഒന്നും ഭയങ്കര ഇതാണ്, നീ അങ്ങനെ ചെയ്യരുത്, എന്നിട്ടടി ഇങ്ങനെ ആള് പറയുമ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ആള് ചിലതൊക്കെ കമൻറ്റൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പം കമൻസിൻ്റെ കാര്യമല്ല, മൊത്തത്തിൽ ഞാൻ പറയാണ്, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ കട്ട് ഓഫ് ചെയ്ത് കളയുകയാണെങ്കിൽ ഒന്ന് രസമല്ലേ നമ്മുടെ ലൈഫ്. ചിലർ നമുക്ക് കട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല ചില സാഹചര്യങ്ങൾ കൊണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ ഇവരെ ഉറക്കാണ്. ഞാൻ ജസ്റ്റ് ഒരു വിശേഷം പറഞ്ഞിട്ട് ഇപ്പം ജസ്റ്റ് ഇരിക്കുന്ന സമയത്തൊരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പറയാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് ഒപ്പീനിയൻ? ഓക്കെ, ഇതിപ്പോൾ ഇവരുണ്ടായിരുന്നു. അമ്മ ഉറക്കും, അവള് ഉറങ്ങും. ശരി, കുക്കാപ്പി അവിടെ കളിച്ചോണ്ട് കുക്കാപ്പിനെ ഉറക്കണം എന്തമ്മ. അപ്പോൾ ഇവിടെ അവിടെ സെറ്റായിട്ട് അവൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാട്ടോ.
അവൻ അമ്മാമ്മ മതി, ഞാൻ വേണമെന്നില്ല. ഇനി ഉറങ്ങി എണീച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ നമ്മുടെ പൊണ്ണു ഭാബി നല്ല ഉറക്കാട്ടോ. നമ്മുടെ ആദുട്ടൻ പൊണ്ണൂന്ന് ഞാൻ വിളിക്കുന്നത് ശരിക്കും അദ്വിക്കായതുകൊണ്ട് ആദൂന്നാട്ട് ഇപ്പൊ വിളിക്കണേ. അപ്പൊ ഇതേ അവളാണെങ്കിൽ ഉറങ്ങിയിട്ടൊന്നുമില്ല, അവളാണെങ്കിൽ ഇങ്ങനെ കിടക്കാണ്. പിന്നെ അതേ നമ്മുടെ പൊണ്ണു ഭാബി ആണെങ്കിൽ ഉറക്കൊക്കെ എണീച്ച് വന്നതിന് ശേഷം അവന് ഇതൊക്കെ ബിസ്ക്കറ്റ് എന്തൊക്കെ കഴിച്ചു. പിന്നെ അവൻ വലിച്ചെറിഞ്ഞാൽ അവന് നല്ല ചീത്തൊക്കെ ഉണ്ടെന്ന് കേട്ടു കേട്ടോ. പിന്നെ അതേ അവളാണെങ്കിൽ എന്നെ പറ്റിച്ചു, അവൾ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ആദ്യമാണെങ്കിൽ നോക്കാണ്. ആദ്യന് ഇങ്ങനെ എന്താ പറയുക, ഞാനിങ്ങനെ ക്യാമറ ഒക്കെ എടുക്കുമ്പോൾ അവൻ ഇങ്ങനെ നോക്കൂട്ടോ. അങ്ങനെ ഇങ്ങനെ ആട്ടേണ്ടത് അവൻ്റെ തൊട്ടിയിലാണ്, അവളതിനെ കിടത്താൻ അങ്ങനെയൊന്നും ഇഷ്ടമൊന്നുമില്ല. പക്ഷെ ഇപ്പം എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ ആട്ടാനൊക്കെ എന്നെ സമ്മതിച്ചു. പിന്നെ അതേ ഞാനാണെങ്കിൽ ഇവനെ രാത്രി 2 നേരം കുളിക്കൂട്ടോ. ഞാൻ കുളിക്കുമ്പോൾ അവന് ഞാൻ കൊണ്ടുപോകും. അപ്പോൾ ഉപ്പും ചാക്കൊക്കെ എടുത്തിട്ടാണ് കൊണ്ടുപോകുക, ഇല്ലെങ്കിൽ വരില്ല. സോപ്പ് ഇട്ടിട്ട് ഞാൻ അവനതൊക്കെ ആക്കിയിട്ടാണ് ഞാൻ അവനെ കൊണ്ടുപോകാറ് കേട്ടോ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പം എൻ്റെ വിചാരം എന്താ, ഉച്ചയായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം, എന്താ പറയുക, ഇന്നലെ വരെയൊക്കെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല, അറ്റപുള്ളിയായിട്ട് ഉറങ്ങാൻ ചിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നോട് തന്നെ ഭയങ്കര ഇതായിട്ട് വന്നതാണ്. ഇവളുണ്ടല്ലോ, ഇവളെന്നെ പറ്റിച്ച്, ഇവള് ഉറങ്ങാൻ കിടക്കണ പോലെ കിടന്നിട്ട് ഇവള് ഉറങ്ങിയില്ല. ഇവള് ഫുൾ ടൈം എണീച്ചിരിക്കായിരുന്നു ഈ ടൈമായിട്ടും. അപ്പം പിന്നെ അവളുടെ അടുത്ത് കുറച്ച് നേരം കളിച്ചു. പിന്നെ കണ്ണടയാൻ പോയി. ഇപ്പം അമ്മ വായോ നോക്ക് വേണ്ടിട്ട്. അതാണ് അമ്മമാര് എൻ്റെ ഒരു ഗുണം. ഞാനൊക്കെ അമ്മയൊന്നും ഇല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കണമെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് ആലോചിക്കാൻ വയ്യ കേട്ടോ. അയ്യോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ മുഖത്ത് നിറച്ച് പിമ്പിൾസ്. അമ്മ കുറുക്കില്ല, ഫുള്ള് വറവ് പലഹാരം കഴിച്ച് നടക്കല്ല പണി. എനിക്ക് ഫുഡ് കഴിക്കാൻ എനിക്ക് മടിയാണ്. അപ്പോൾ ഈ രാത്രി ഉണ്ടല്ലോ, ഞാൻ ഈ രാത്രി തീറ്റൊന്നും ഇല്ലാത്തതായിരുന്നു. ഇവളാണെങ്കിൽ ഇവൾക്ക് രാത്രി ഉറക്കില്ലാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ രാത്രി കഴിഞ്ഞ് എനിക്ക് ചോറുണ്ടാൻ പറ്റൂലല്ലോ. ഞാൻ പോയിട്ട് ഇങ്ങനെ വറവ് പലഹാരങ്ങൾ ഓരോ മിക്സറിൽ സോസ് ഇട്ടിട്ട് അതെടുത്ത് തിന്നും, അല്ലെങ്കിൽ കുറേ ബിസ്ക്കറ്റ് തിന്നും. അതൊക്കെ തിന്നണേൻ്റെ എഫക്റ്റാണിത്. ഇപ്പം മനസ്സിലായി, എനിക്ക് തന്നെ മനസ്സിലായി. നമ്മളുടെ ഉള്ളിൽ കഴിക്കണ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഫേസിലും ഒരെണ്ണം മുഖത്തിൽ ഒരു പിമ്പിൾസും ഇല്ലാണ്ട് അടിപൊളി നല്ല തുരു പോലെ, വല്ലാണ്ട് ഒപ്പൊക്കി പറയണില്ല, നല്ല ക്ലിയർ ആയി വന്നതായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് കഴിക്കണ്ടെന്ന് ഉപേക്ഷിച്ച് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച പോലെ ഫ്രൂട്ട്സ് ഒന്നും തിന്നാൻ തോന്നില്ല നേരത്ത്. അങ്ങനെ ചിലപ്പോൾ പുലർച്ചെ 4 മണിക്ക് 3 മണിക്ക് 5 മണിക്കൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ തിന്നാം. അപ്പം അതൊക്കെയാണ് മദർഹുഡിൻ്റെ വൈബും കാര്യങ്ങളൊക്കെ. അത് മുടി ഉണക്കിയിട്ട് ഇതിന് മുടിയൊക്കെ ഉണക്കണം. അമ്മയാണെങ്കിൽ ആദ്യം ഫുഡ് കൊടുക്കാൻ പോയിട്ട് നടക്കാൻ പോയിക്കാണ്. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. പിന്നെ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ഹെയർ ഡ്രയർ കൊണ്ട് മുടി ഉണക്കണം കേട്ടോ. മീൻസ് ഫാൻ ഉണ്ടെങ്കിൽ അത് മതി. പിന്നെ ഇവളിപ്പോൾ ഫാൻ മുടി വെച്ച് അടിപൊളിയാവും. അപ്പോൾ അവന് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുക എന്ത് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ വക ഓരോ കോമളിത്തരങ്ങൾ ചെയ്യലാണ് എനിക്ക്. അതില്ലാണ്ട് എനിക്ക് എന്ത് ജീവിതം, എൻ്റെ ജീവിതത്തിൽ ഞാൻ മണ്ടത്തരങ്ങൾ അല്ലാണ്ട് ഞാൻ ബുദ്ധിപൂർവ്വം വല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കാട്ടോ. അപ്പോൾ അതേ മുടിയൊക്കെ അതേ ആകെ 2 പപ്പും തോലൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് വലിയ വിഷമവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മുടി വെട്ടിയതിന്. കാരണം എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ല. വെറുതെ നീളത്തിൽ മേലേക്ക് നോക്കാനും പറ്റാണ്ട്. ഇതാകുമ്പോൾ 2 ഇതുള്ളതുകൊണ്ട് ഞാനിങ്ങനെ മുടി ഇങ്ങനെ കെട്ടി വയ്ക്കും. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതാണെങ്കിൽ ഉറക്കമില്ല, ഇതുമില്ല, മുടിയും കൂടി മേലെ കെട്ടി വെക്കലും അത് മുടി അഴിക്കലും ഇതൊക്കെ ആകുമ്പോൾ അയ്യോ, എനിക്ക് ചില സമയത്ത് ബോയ്ക്കട്ട് അടിച്ചാലോ അടക്കം വിചാരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് ഉണക്കിയില്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കും. അതുപോലെ തലയിൽ എണ്ണ കുറേ ഇരുന്നാലും എനിക്ക് തലവേദന എടുക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അന്യൻ പോലെയൊക്കെ ആയിട്ടാണ് മുടി ഉണക്കണേ. പിന്നെ വേറെ എന്താ പറയാൻ വന്നത്, ഇങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ ഓരോ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ പോണേ. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പൊട്ടക്കിണറ്റിൻ്റെ തവളയായിട്ട് എനിക്ക് പുറത്ത് ചുറ്റും എന്താ നടക്കണേന്നോ ഒന്നും അറിയില്ല. എനിക്ക് ഒരു സംഭവങ്ങളും ന്യൂസ് കാണാറില്ലൊന്നുമില്ല. ഫോൺ എടുക്കാൻ നോക്കാൻ സമയം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ അപ്പോൾ ആരോടും അങ്ങനെ സംസാരിക്കാറില്ല. ഫ്രണ്ട്സിൻ്റെ അടുത്ത് വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ പോകാറുണ്ട്. ഇപ്പോഴാണെങ്കിൽ എനിക്കാണെങ്കിൽ ആ മറ്റേ പോസ്റ്റ്മോർട്ടം സംഭവം കുറച്ചൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. കാരണം ഞാനത് യൂസ്ഡ് ആയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ പോസ്റ്റ്മോർട്ടോ കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പോൾ അങ്ങനെ അധികം ഇല്ല. അപ്പോൾ ഈ മുടി നന്നായിട്ട് ഉണക്കിയതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോസൊക്കെ എടുക്കാമെന്ന് കേട്ടോ. അതായത് അവളിപ്പോൾ ഒന്ന് കിടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ ഉറങ്ങണ നേരം ജസ്റ്റ് ഒന്ന് വീഡിയോ എന്തെങ്കിലും എടുക്കാം. എന്തായാലും കറിയൊക്കെ രാവിലത്തെ വെച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വെക്കാൻ, ചെറുപയറൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് കഴിക്കാനുണ്ടോ വെച്ചില്ല. അപ്പോൾ എന്തായാലും ഉണ്ടാക്കില്ല. അപ്പോൾ നല്ല രീതിയിൽ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്തതിന് ശേഷം ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ തിരക്കും തിരക്കൊക്കെ കഴിഞ്ഞ് അവൾ ഉറങ്ങി. അമ്മ ആണെങ്കിൽ അവനുറക്കാൻ കിടത്തിയേക്കാം. പാട്ടുണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ
ചെയ്യും. ഇപ്പോഴാണെങ്കിൽ ഒന്ന് ഇതാക്കട്ടെ. പിന്നെ ഏട്ടനാണെങ്കിൽ ടൈം ആകുമ്പോൾ വിളിക്കും. അപ്പോൾ വിളിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവില്ലേ ഒരു ടൈപ്പ് കുക്കിംഗ് വീഡിയോ നമ്മളിങ്ങനെ നല്ല ഡ്രസ്സപ്പ് ചെയ്തിട്ട് ചെയ്യണത്. ഞാൻ നിങ്ങളോട് ഭയങ്കര സത്യസന്ധതയായിട്ടല്ല കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ എനിക്കിതിപ്പോൾ കാട്ടി തരേണ്ട ആവശ്യമില്ല. ഭർത്തിങ്ങൾ നമ്മളുടെ ഒരു ഫാമിലി പോലെയാണ്. അപ്പോൾ അവളവിടെ കിടന്നിട്ട് ചിണുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മേനെ അവളുടെ അടുത്താക്കിയിട്ട് വീഡിയോ എടുക്കാൻ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ ആട്ടോ എൻ്റെ മേക്കപ്പ്, കാര്യമായിട്ടൊന്നുമില്ല. അമ്മയുടെ ഒരു ചുരിദാർ അടിച്ച് മാറ്റിയെടുത്ത് വന്നു. പിന്നെ അതെ കിൽക്കിൽ പിന്നെ അതെ വേറെ അമ്മ കയ്യിൽ ഞാൻ കാട്ട കിൽക്കിൽന്ന് ചുള്ളത്തി അമ്മ വരുന്നുണ്ട്. പിന്നെ ഇതേ മഞ്ഞിട്ടപ്പോൾ കണ്ടില്ലേ ഞാൻ ഭയങ്കരമായിട്ട് ഉദിച്ച് നിൽക്കണ പോലെ. ശരിക്കും ബ്ലാക്ക് ഉണ്ടെക്കാട് കൂടുതൽ ഉദിപ്പ് മഞ്ഞാൻ തോന്നൂല അമ്മ. പിന്നെ അതെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതുന്നു. ഒരു കെമിക്കലും ഇല്ലാത്ത കെമിക്കൽ ഫ്രീ കാജൽ. ജസ്റ്റ് ഒന്ന് അമ്മ കേട്ടോ ഓരോന്ന് പറയണേ. അപ്പൊ ദേ അമ്മ അധികം കൊഞ്ചിക്കണ്ടേന് അവൻ കേട്ടിട്ട് ഓടി വരും കേട്ടോ. അപ്പൊ ദേ ഞാൻ ജസ്റ്റ് ഒരു പൊട്ട് കുത്താന്ന് വിചാരിക്കുന്നു. ഞാൻ അന്ന് പൊട്ട് മേടിച്ചത് അമ്മ കണ്ടേ എവിടെ വെച്ചെന്ന്. ഞാൻ ഒരു സാധനങ്ങൾ മേടിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഇവിടേക്കാണ് ഈ സംഭവങ്ങളൊക്കെ വെക്കണേന്ന്. അതാണ് ഞാൻ എനിക്ക് എപ്പോഴും എൻ്റെ അച്ഛൻ്റെ ചീത്ത കേൾക്കാറുണ്ട്, അമ്മയുടെ നിന്ന് ചീത്ത കേൾക്കാറില്ല. കാരണം അമ്മ എൻ്റെ പോലെ തന്നെ കണ്ണുകൊണ്ട് എടുത്തെടുത്ത് വയ്ക്കും. അപ്പം ഞാൻ പറഞ്ഞു കണ്ണൊക്കെ അയ്യോ ഞാൻ ഒരു പൊട്ടും കുത്തി. ഇത്രയൊക്കെയാണ് മേക്കപ്പ്. ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ നമ്മുടെ മുഖമൊക്കെ സെറ്റാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കുഴപ്പമുണ്ടോ? ഷോൾ ഇടണോ? വേണ്ട, കുക്ക് ചെയ്യല്ലേ. അപ്പോൾ ചാർജ് ആകെ 10% ചാർജ് ചെയ്യാൻ വെച്ചിട്ട് അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും ഒരുക്കിയൊക്കെ വിചാരിക്കും. കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ABCD അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് ആട്ടോ. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്തോളൂന്ന്. അത് റെഫറൻസ് ഒക്കെ കാട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി വെക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ വെക്കാനുള്ള പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ സവാള, ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടേറ്റോ എടുക്കട്ടെ. ഞാൻ 2 പൊട്ടേറ്റോയും ഒരു സവാളയാണ് ഇട്ടേക്കണേ. എന്നിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം കേട്ടോ. എന്നാലാണ് അത് നന്നായിട്ട് വേവുള്ളൂ. അപ്പോൾ നമ്മൾ തിരി കുറച്ചിടണം. തിരി കൂട്ടിയിട്ട് ചിലപ്പോൾ കരിഞ്ഞു പോകും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ യമ്മി ആയിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി റെഡി. അപ്പോൾ ഇവിടെ ഒരാളിത് കളിയും കാര്യങ്ങളൊക്കെയാണ്. വേറെ ഒത്തിരി എൻ്റെ അടുത്തുണ്ട് കേട്ടോ. പിന്നെ ഉറങ്ങാൻ ടൈമായി. അപ്പോൾ ബെഡൊക്കെ ആകെതാണ്. ഇനി അത് ഒതുക്കിയിട്ട് വേണം. അത് ഒതുക്കൂട്ടോ അമ്മ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ. അത് ടാറ്റ കൊടുത്തേ. ടാറ്റാ.